പുതിയ വിസ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഏകദേശം 6 മാസം മുമ്പ് എമിഗ്രേഷൻ സംബന്ധമായ പല കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. 6 മാസത്തിനിടക്ക് വിസ റിന്യൂ ചെയ്ത ആളുകൾക്കും ഇഷ്യൂ ചെയ്ത ആളുകൾക്കും മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. ഇനിയും വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ അപ്ഡേഷനുകൾ അറിഞ്ഞിരിക്കൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തത് ഫോട്ടോ ഉള്ള പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് 6 മാസത്തിന് ഉള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം. എമിറേറ്റ്സ് ഐ ഡിക്ക് നിർബന്ധമാണ്. മെഡിക്കലിനാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല, മൊബൈലിലെടുത്താലും നടക്കും. പക്ഷേ എമിറേറ്റ്സ് ഐ ഡി വിസക്ക് വേണ്ടി എമിറേറ്റ്സ് ഐ ഡിക്ക് 6 മാസത്തിനകത്തുള്ള ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് മസ്റ്റായിട്ട് വൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റുഡിയോന്ന് എടുത്തതായിരിക്കണം. ക്യാമറ വഴി മൊബൈലിലെടുത്തത് എത്ര ക്ലിയർ ഉണ്ടെങ്കിലും ഐഫോണിലെടുത്തതാണെങ്കിലും എമിറേറ്റ്സ് ഐ ഡിക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഇനി അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് ഫീസ് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഫീസ് ഇൻക്രീസ്ഡ് ആണ്. അതായത് 100 ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. ഈ ഫൈൻ അടക്കുന്ന സമയത്താണെങ്കിലും, ഫൈൻ എടുക്കുകയാണെങ്കിലും, ചേഞ്ച് സ്റ്റാറ്റസ് ചെയ്യുകയാണെങ്കിലും, വിസ റിന്യൂ ചെയ്യുകയാണെങ്കിലും, ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും, എമിറേറ്റ്സ് ഐ ഡി ചെയ്യുകയാണെങ്കിലും, എന്ത് ചെയ്യുകയാണെങ്കിലും 100 ഇൻക്രീസ് ആയിട്ടുണ്ട്. എമിറേറ്റ്സ് ഐ ഡി ഇപ്പോൾ മുമ്പ് 2 years 270 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2 yearsന് 387 അല്ലെങ്കിൽ 390 എന്നുള്ള റേഞ്ചിലാണ് എമിറേറ്റ്സ് ഐ ഡിൻ്റെ ഫീസ് വന്നിട്ടുള്ളത്. അടുത്തത് എല്ലാ വിസയും 2 years മാത്രമാണ് ലഭിക്കുക. മുമ്പ് 3 years ഉണ്ടായിരുന്നു. ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന ആളുകൾ, പാർട്ട്ണർ, ഇൻവെസ്റ്റർ, ലോക്കൽ സ്പോൺസർഷിപ്പ് ഉള്ള അവരുടെ ഫാമിലി, അങ്ങനെയുള്ളവർക്ക് മുമ്പ് 3 വർഷമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും 2 years ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത് തദ്ബീർ പോയി ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് ലോക്കൽ ഫാമിലിൻ്റെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതവർ എത്രയാണ് അനുവദിക്കുന്നത് അത്ര. പിന്നെ നമുക്കറിയാം ഇൻഷുറൻസ്, തൊഴിൽ നഷ്ട ഇൻഷുറൻസ് അത് ഇപ്പോൾ സെപ്റ്റംബറിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പ്രതിമാസം 5 ദിർഹമാണ് അതിൻ്റെ ചാർജ് വരുന്നത്. 3 മാസം, 6 മാസം, 1 കൊല്ലം അങ്ങനെ നമുക്ക് അടക്കാൻ പറ്റും അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് 400 ദിർഹം ഫൈൻ ഉണ്ട് എന്നാണ് പുതിയ അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, പുതിയ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പുകൾ. അതുപോലെ തന്നെ ഇൻഷുറൻസ് ചെയ്ത ആളുകൾ റിന്യൂ ചെയ്യാൻ ലേറ്റ് ആവുകയാണെങ്കിൽ 200 ദിർഹം റിന്യൂ ചെയ്യാത്തതിൻ്റെ പേരിൽ ഫൈൻ അടക്കേണ്ടി വരും.